ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4 ഘട്ടങ്ങളും പൂർത്തിയായി. ഇനി 3 ഘട്ടങ്ങൾ കൂടി അവസാനിച്ചാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിക്കും. 5ാം ഘട്ടത്തിലെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. 8 സംസ്ഥാനങ്ങളിലെ 49 മണ്ഡലങ്ങളിലാണ് മെയ് 20 വോട്ടെടുപ്പ് നടക്കുക. യുപിയിലെ അമേത്തി, റായ്ബറേലി മണ്ഡലങ്ങളാണ് 5ാം ഘട്ടത്തിലെ ശ്രദ്ധാകേന്ദ്രം. ബീഹാറിൽ 5 മണ്ഡലം, ജാർഖണ്ഡിൽ 3 മണ്ഡലം, മഹാരാഷ്ട്രയിൽ 13, ഒഡീഷയിൽ 5, യുപിയിൽ 14 മണ്ഡലം, പശ്ചിമ ബംഗാളിൽ 7, ജമ്മു കാശ്മീരിൽ 1 മണ്ഡലം, ലഡാക്കിൽ 1 മണ്ഡലം എന്നിങ്ങനെയാണ് 5ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് രേഖപ്പെടുത്തുന്ന മണ്ഡലങ്ങളുടെ കണക്ക്. നേട്ടമുണ്ടാക്കുമെന്ന് BJP കണക്കാക്കുന്ന യുപിയിലെയും മഹാരാഷ്ട്രയിലെയും മണ്ഡലങ്ങളാണ് ബൂത്തിലെത്തുന്നത്. യുപിയിൽ മറ്റന്നാൾ ബൂത്തിലെത്തുന്ന 14 മണ്ഡലങ്ങളിൽ 2019-ൽ 13-ൽ BJP ആണ് വിജയിച്ചത്. അന്ന് സോണിയാഗാന്ധി മത്സരിച്ച റായ്ബറേലി മാത്രമാണ് കോൺഗ്രസിനൊപ്പം നിന്നത്. ഇത്തവണ മകൻ രാഹുൽ ഗാന്ധിയാണ് റായ്ബറേലിയിൽ ജനവിധി തേടുന്നത്. 1.67 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സോണിയ റായ്ബറേലിയിൽ കഴിഞ്ഞ തവണ വിജയിച്ചത്. അതേസമയം കോൺഗ്രസിന്റെ പരമ്പരാഗത മണ്ഡലമായ അമേത്തിയിൽ മത്സരിച്ച രാഹുലാകട്ടെ BJPയുടെ സ്മൃതി ഇറാനിയോട് പരാജയപ്പെടുകയായിരുന്നു. ഇത്തവണ രാഹുലിന് വേണ്ടി കോൺഗ്രസ് ദേശീയ നേതൃത്വമാകെ മണ്ഡലത്തിൽ പ്രചാരണത്തിനായി എത്തിയിട്ടുണ്ട്. മണ്ഡലത്തിലെത്തിയ സോണിയാഗാന്ധി ഇന്നലെ വൈകാരികമായ പ്രകടനമാണ് നടത്തിയത്. എന്റെ മകനെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. എന്നെ സ്നേഹിച്ചതുപോലെ അവനെയും സ്നേഹിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുക. രാഹുൽ നിങ്ങളെ നിരാശപ്പെടുത്തുകയില്ല എന്നാണ് സോണിയ വോട്ടർമാരോട് പറഞ്ഞത്. കയ്യടികളോട് ജനം അത് സ്വീകരിക്കുകയും ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അധികം വൈകാതെ ഒരു ഉപതെരഞ്ഞെടുപ്പിന് കൂടിയുള്ള ഒരുക്കത്തിലാണ് വയനാട്ടിലെ വോട്ടർമാർ. അതേസമയം രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ മത്സരിക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരുന്നു. അമേഠിയിൽ തന്നെ മത്സരിക്കുമെന്നാണ് കരുതിയതെങ്കിലും സോണിയാഗാന്ധിയുടെ തട്ടകമായ റായ്ബറേലിയിലാണ് രാഹുൽ മത്സരിക്കാൻ ഇറങ്ങിയത്. വയനാട് പോലെ തന്നെ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന മണ്ഡലമാണ് റായ്ബറേലിയും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ കോൺഗ്രസ് ജയിച്ച ഏക മണ്ഡലം റായ്ബറേലിയാണ്. റായ്ബറേലിയിലെ 5-ൽ 4 നിയമസഭാ മണ്ഡലങ്ങളും സമാജ്വാദി പാർട്ടിയുടെ കയ്യിലാണ്. അതുകൊണ്ട് റായ്ബറേലിയിൽ രാഹുലിന് അനായാസം ജയിക്കാമെന്നാണ് കണക്കുകൂട്ടൽ. രാഹുൽ ഗാന്ധി വയനാട് വിട്ടാൽ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്നാണ് വയനാട്ടിലെ പല കോൺഗ്രസുകാരുടെയും അഭിപ്രായം. രാഹുൽ വളരെ തിരക്കുള്ള ആളാണ്. മാത്രമല്ല മണ്ഡലത്തിൽ പലപ്പോഴും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാകാറില്ല. എന്നാൽ പ്രിയങ്കയ്ക്ക് രാഹുൽ ഗാന്ധിയുടെ അത്രയും തിരക്കില്ലാത്തതിനാൽ കൂടുതൽ സമയം വയനാട്ടിൽ ചെലവഴിക്കാൻ സാധിക്കും. രാഹുൽ റായ്ബറേലി നിലനിർത്തിയാൽ പ്രിയങ്ക അല്ലാതെ മറ്റൊരു സാധ്യത വയനാട്ടിൽ കാണുന്നില്ല. മറ്റാര് മത്സരിച്ചാലും രാഹുൽ കബളിപ്പിച്ചെന്ന തോന്നൽ അവിടുത്തെ ജനങ്ങൾക്കുണ്ടാകാം. ചിലപ്പോൾ ഒരുപക്ഷെ മണ്ഡലം തന്നെ നഷ്ടപ്പെട്ടെന്നുമിരിക്കും. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ പ്രിയങ്ക തന്നെ മത്സരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന കോൺഗ്രസുകാർ നിരവധിയാണ്. കോൺഗ്രസിന്റെ തട്ടകമാണ് റായ്ബറേലി ലോക്സഭാ മണ്ഡലം. ഇന്ദിരാഗാന്ധിയും ഭർത്താവ് ഫിറോസ് ഗാന്ധിയും മകൻ രാജീവ് ഗാന്ധിയും മത്സരിച്ച് ജയിച്ച മണ്ഡലമാണിത്. ഇടക്കാലത്ത് നെഹ്റു കുടുംബവുമായി ബന്ധമുള്ള അരുൺ 2 തവണ അവിടെ വിജയിക്കുകയും ചെയ്തു. കഴിഞ്ഞ തവണ 1.60 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മാറിയതോടെ റായ്ബറേലിയിൽ പ്രിയങ്ക എത്തുമെന്നായിരുന്നു പ്രചാരണം. വയനാടും റായ്ബറേലിയും രാഹുൽ ഗാന്ധി ജയിച്ചാൽ ദേശീയ രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ച് വയനാട് മണ്ഡലം അദ്ദേഹം കൈവിടാനാണ് സാധ്യത. പാർട്ടിക്കും ഇന്ത്യ മുന്നണിക്കും രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം ഒരുപോലെ ശക്തി പകരുമെന്നാണ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും വിശ്വാസം. സോണിയാഗാന്ധി കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിച്ച റായ്ബറേലിയിൽ രാഹുൽ എത്തിയതോടെ മണ്ഡലം നിലനിർത്തുന്നതിനൊപ്പം അതിന്റെ ചലനങ്ങൾ ഉത്തർപ്രദേശിലെ മറ്റു മണ്ഡലങ്ങളിലേക്കും വ്യാപിപ്പിക്കാമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. 2019-ൽ സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ട രാഹുലല്ല ഇത്തവണ റായ്ബറേലിയിൽ എത്തുന്നത്. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്നും അനുഭവങ്ങൾ ഏറ്റുവാങ്ങിയും ജനങ്ങളോട് ഇടപഴകിയുമാണ് രാഹുൽ റായ്ബറേലിയിലെ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയത്. തുടർച്ചയായ തിരഞ്ഞെടുപ്പ് തോൽവികളിൽ തകർന്നിരുന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക് ജോഡോ യാത്ര നൽകിയ ഊർജം ചില്ലറയല്ല. പാർട്ടിയുടെ അടിത്തറ വീണ്ടെടുക്കുന്നതിനായി രാഹുൽ മുന്നിട്ടിറങ്ങിയത് പ്രവർത്തകരെ ആവേശം കൊള്ളിച്ചു. ആ ആവേശം നിലനിൽക്കുന്നതിനാലാണ് ഒരു ഘട്ടത്തിൽ രാഹുൽ ഉത്തരേന്ത്യയിലേക്ക് മത്സരിക്കാനില്ല എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെ നെഞ്ച് പിടഞ്ഞത്. 2022-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 399 സീറ്റിൽ മത്സരിച്ച പാർട്ടിക്ക് കിട്ടിയത് വെറും 2 സീറ്റാണ്. തോൽവിയുടെ നിരാശ രാഹുലിനെ വലിയ തോതിൽ അലട്ടിയുമിരുന്നു. അഖിലേഷ് യാദവുമായി യാതൊരു പോറലുമില്ലാതെ ഉണ്ടാക്കിയെടുത്ത ഇത്തവണത്തെ സഖ്യം അതിൽ നിന്നുള്ള പാഠമാണ്. പരമാവധി വിട്ടുവീഴ്ച ചെയ്ത് സഖ്യകക്ഷികളെ വിശ്വാസത്തിലെടുത്ത് അവർക്കും അവസരം നൽകുന്ന സമീപനമാണ് UP അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ രാഹുൽ സ്വീകരിച്ചത്. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ 55,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് BJP നേതാവ് സ്മൃതി ഇറാനി രാഹുലിനെ വീഴ്ത്തിയത്. 1967-ൽ രൂപീകൃതമായത് മുതൽ അമേഠി കോൺഗ്രസിന്റെ കോട്ടയാണ്. അമേഠിയും നെഹ്റു കുടുംബവും തമ്മിലുള്ളതാകട്ടെ ദശാബ്ദങ്ങൾ നീണ്ടുനിൽക്കുന്ന ബന്ധവുമാണ്.
2004 ആദ്യ ശ്രമത്തിൽ തന്നെ സീറ്റ് നേടിയ രാഹുൽ 2009 3.70 ലക്ഷം വോട്ടിന്റെ വലിയ ഭൂരിപക്ഷത്തിൽ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ 2014 വീണ്ടും വിജയിച്ചെങ്കിലും എതിരാളി സ്മൃതി ഇറാനി കടുത്ത പോരാട്ടമാണ് അന്ന് നടത്തിയത്. 2014 തോൽവിക്ക് ശേഷം മണ്ഡലം തുടർച്ചയായി സന്ദർശിച്ചതിന്റെയും കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കിയതിന്റെയും ഫലമാണ് സ്മൃതിയുടെ വിജയമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തിയത്. രാഹുൽ ഗാന്ധിയുടെ റായ്ബറേലിയിലേക്കുള്ള എൻട്രി എന്തൊക്കെ ചലനം ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ സൃഷ്ടിക്കുമെന്നറിയാൻ ജൂൺ 4 വരെ കാത്തിരിക്കേണ്ടി വരും.